എക്സാമിൻ്റെ ഫൈനൽ ആൻസർ കീ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുക എന്ന് പറയുമ്പോൾ പഠിച്ചതൊക്കെ ഓർക്കാൻ കൂടി നമുക്ക് സാധിക്കും. അപ്പോൾ ഇനി വരുന്ന ബെപ്കോ LDC, അതുപോലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് തുടങ്ങിയ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ, ഡിഗ്രി പ്രിലിംസ് തുടങ്ങിയ എക്സാമുകൾക്കൊക്കെ നമുക്ക് LD ലെവലുള്ള ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ട് നോക്കാം. അതിൻ്റെ ക്വസ്റ്റ്യൻസും അറിയാവുന്ന പഠിക്കുക, അറിയാത്ത ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്ത് വെച്ച് ആ ഭാഗം ഒന്നുകൂടി പഠിക്കേണ്ടതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് ആരാണ്? വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് ആരാണ്? വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് ആരാണ്? ആൻസർ സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പനാണ് വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത്. സഹോദരൻ അയ്യപ്പനാണ് വിദ്യാപോഷിണി സഭ. വിദ്യാപോഷിണി സഹോദരൻ അയ്യപ്പനാണ് വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ പ്രസ്താവനയാണ്. നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്നും വ്യത്യസ്തമാണ്. രണ്ടാമത്തേത്, നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു. ശരിയായത് തിരഞ്ഞെടുക്കുക. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. രണ്ടും ശരിയായ പ്രസ്താവനകളാണ്. പ്രസ്താവന ഒന്നുകൂടി വായിക്കാം. നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? ആൻസർ മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്നു. മഹാരാഷ്ട്ര. സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവും. CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ് സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത്. CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ് സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. അടുത്ത പ്രസ്താവന, വില്യവും മേരിയും അധികാരത്തിൽ വന്നു. ഏത് സംഭവവുമായാണ് ഇവ ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ, ഗ്ലോറിയസ് റവല്യൂഷൻ. ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. വില്യവും മേരിയും അധികാരത്തിൽ വന്നു. ഏത് സംഭവവുമായാണ് ഇവ ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഗ്ലോറിയസ് റവല്യൂഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ലാത്തത് ഏതാണ്? ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക എന്നാണ് ലക്ഷ്യമല്ലാത്ത പ്രസ്താവനയിൽ വരുന്നത്. ഐക്യരാഷ്ട്രസഭ എന്ന് പറയുമ്പോൾ ലോക ജനതയുടെ ക്ഷേമം ഉറപ്പുവരുത്തുക, അന്താരാഷ്ട്ര സഹകരണത്തിന് വേദിയാവുക, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും കാത്തു സൂക്ഷിക്കുക. ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നവയാണ്. ഒന്നുകൂടി, ലോക ജനതയുടെ ക്ഷേമം ഉറപ്പുവരുത്തുക, അന്താരാഷ്ട്ര സഹകരണത്തിന് വേദിയാകുക, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും കാത്തു സൂക്ഷിക്കുക എന്നിവയാണ്. ഓക്കെ, നമ്മുടെ ഇവിടുത്തെ ആൻസർ ലക്ഷ്യമല്ലാത്തത് ചോദ്യം വന്നുകൊണ്ട് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളി ഏതാണ്? ആൻസർ മാന്റിലാണ്. ഭൂമിയുടെ പാളി മാന്റിലാണ്. പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളി ഏതാണ്? മാന്റിലാണ് അല്ലെ? മാന്റിലും കോറും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് മാന്റിൽ എന്ന ഭാഗമാണ് 84% വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായത് മണ്ണ് ഏതാണ്? പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? ആൻസർ കറുത്ത മണ്ണ്.
ഞാനിപ്പോൾ ഇത് പത്തനംതിട്ട, തൃശ്ശൂർ, കാസർഗോഡ് ജില്ലകളിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടുണ്ട്. അടുത്ത 3 ജില്ലകളിൽ അങ്ങനെ ഒരു 4 ക്വസ്റ്റ്യൻ പേപ്പർ 4 സമയത്ത് നടന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 4 1 ബൈ 1 നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആ ഭാഗം വായിച്ച് ക്ലിയർ ആക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ അത് മൊത്തം ചെയ്യാൻ തയ്യാറാവണം. അപ്പോൾ ഇതിൻ്റെ പുറകെ അടുത്ത ക്വസ്റ്റ്യൻസ് കൂടി ഇടാം. 4 എണ്ണം ഉണ്ട്, 4 1 ബൈ 1 ആയിട്ട് ഇടുന്നതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായി വിവരിക്കുന്നത്? ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായി വിവരിക്കുന്നത്? ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിൽ അതിൻ്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നിപ്രവിശ്യയാണിത്, ഡെക്കാൻ ട്രാപ്പ്. ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിൽ അതിൻ്റെ അവസാനം, ഡൊമിനിയൻ ക്രിറ്റേഷ്യസ് അങ്ങനെ വരുന്ന കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നിപ്രവിശ്യയാണ് ഡെക്കാൻ ട്രാപ്പ് എന്ന് പറയുന്നത്. ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്? ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്? ആൻസർ സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെന്റിന്റെ ഉൽപാദനത്തെ പിന്തുണയ്ക്കുന്നതുമായ ധാതു ഏതാണ്? ആൻസർ ഇൽമനൈറ്റ്. കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്നതുമായ ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെന്റിന്റെ ഉൽപാദനത്തെ പിന്തുണയ്ക്കുന്ന ധാതുവാണ് ഇൽമനൈറ്റ്. നെക്സ്റ്റ് വൺ, സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനമെന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആൻസർ കർണാടക. ഇന്ത്യയിൽ 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം? ഇന്ത്യയിൽ 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? 1951. 1951 ആണ് 1ാം പഞ്ചവത്സര പദ്ധതി. 1ാം പഞ്ചാഞ്ചല്ലേ 1 ഉണ്ട്, 51 5 1 51. 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? 1951. പഞ്ചവത്സരം, 1ാം പഞ്ചവത്സരം, 5 എന്ന് എഴുതിയിട്ട് 1, അപ്പോൾ തിരിച്ചിട്ടാൽ മതി, അങ്ങനെ ഓർത്ത് വെക്കണം. 51, 1ാം പഞ്ചവത്സര പദ്ധതി 1951 ആണ്. ഇനി നീതി ആയോഗ് സ്ഥാപിതമായ വർഷം? നീതി ആയോഗ് സ്ഥാപിതമായ വർഷം ഏതാണ്? 2015 ആണ് നീതി ആയോഗ് സ്ഥാപിതമായ വർഷം. നീതി ആയോഗ് 2015 ആണ്. ഇനി ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ ഏതെല്ലാം? ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ ഏതെല്ലാം? ഇതെല്ലാം അതിൻ്റെ ലക്ഷ്യങ്ങളാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. സാമ്പത്തിക വളർച്ച, സാമൂഹിക സമത്വവും സ്വയം പര്യാപ്തതയും ആധുനികവൽക്കരണം. സാമ്പത്തിക വളർച്ച, സാമൂഹിക സമത്വവും സ്വയം പര്യാപ്തതയും ആധുനികവൽക്കരണം, ഇത് 3 പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ GDP കണക്കാക്കുന്നത് ആരാണ്? ഇന്ത്യയിൽ GDP കണക്കാക്കുന്നത് ആരാണ്? CSO എന്നൊക്കെ ഉണ്ടായിരുന്നു, ഡിലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ്, ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേരെന്താണ്? ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേരെന്താണ്? ആൻസർ ഡിജിറ്റൽ ഇന്ത്യ ആണ്. പുതിയ പദ്ധതിയുടെ പേര് ഡിജിറ്റൽ ഇന്ത്യ. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഹരിത വിപ്ലവത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥൻ. ഹരിത വിപ്ലവത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥൻ. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ
നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ സുമൻ ബറി. ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1 ഉം 3 ആണ്. 1 ഉം 3 ആണ്. 1 സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. 3 അഖണ്ഡത എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. ഒന്നിച്ച് പറഞ്ഞാൽ സോഷ്യലിസ്റ്റ്, സെക്യുലറും അഖണ്ഡത എന്നീ 3 പദങ്ങൾ 42ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ആൻസർ ഇവിടെ ഓപ്ഷൻ ബി ആണ്. താഴെ പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത് ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, അക്കമ്മ ചെറിയാൻ. അക്കമ്മ ചെറിയാൻ. കൂടുതൽ അധികാരത്തോടു കൂടിയ കേന്ദ്ര ഗവൺമെൻറ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്തിൽ രൂപപ്പെടുത്തിയതാണ്? കൂടുതൽ അധികാരത്തോടു കൂടിയ കേന്ദ്ര ഗവൺമെൻറ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെടുത്തിയെടുത്തതാണ്? ആൻസർ കാനഡ. ഇന്ത്യൻ ഫെഡറലിസം എന്നുള്ളത് കാനഡയിൽ നിന്നും രൂപപ്പെടുത്തിയെടുത്തതാണ്. ഇന്ത്യൻ ഉപരാഷ്ട്രപതി അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? വൈസ് പ്രസിഡന്റ്, ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? അല്ലേ, അതിൽ ഇവയൊന്നും അല്ല എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെക്കുറിച്ച് പറയുന്നതിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏതാണ്? കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെക്കുറിച്ച് പറയുന്നതിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏതാണ്? ആൻസർ വനം. ആൻസർ വനം. ഇതിൽ സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് എന്ന 3 ലിസ്റ്റുകളുണ്ട്. ആ ലിസ്റ്റുകൾ 3 ഇങ്ങനെ എഴുതി വെച്ച് പഠിക്കുക. നെക്സ്റ്റ്, അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിന് എത്ര വർഷത്തേക്കാണ്? അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തേക്കാണ്? ആൻസർ 4 വർഷം. ഓപ്ഷൻ സി 4 വർഷമാണ് ആൻസർ വന്നിട്ടുള്ളത്. നെക്സ്റ്റ്, ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് ഏതു രാജ്യക്കാരനാണ്? പോർച്ചുഗൽ. അന്റോണിയോ ഗുട്ടറസ് പോർച്ചുഗൽ രാജ്യക്കാരൻ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ സി ആണ്. 1ാമത്തേതാണ് ശരിയായ പ്രസ്താവന. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയെ ബന്ധപ്പെട്ട അതിൻ്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കാലക്രമത്തിൽ എഴുതുക എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. 3, 1, 2, 4 എന്നിങ്ങനെയാണ് അതിൻ്റെ കാലഗണനക്രമം വന്നിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ എ ആണ്. പണ്ടാരപ്പാട്ട വിളംബരം, കൊച്ചി കുടിയായ്മ നിയമം, മലബാർ കുടിയായ്മ നിയമം, കേരള സ്റ്റേറ്റ് ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട്. നെക്സ്റ്റ് വൺ, 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമത്തിലെ വകുപ്പുകളും അനുബന്ധ വ്യവസ്ഥകളും കണ്ടെത്തുക എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് വകുപ്പ് 2 എന്നുള്ളത് മുതിർന്ന പൗരൻ എന്നാൽ 60 വയസ്സ് തികഞ്ഞതോ അതിന് മുകളിൽ പ്രായമുള്ളതുമായ ഇന്ത്യൻ പൗരൻ. വകുപ്പ് 2 ജി. മുതിർന്ന പൗരൻ എന്നത് 60 വയസ്സ് തികഞ്ഞതോ അതിന് മുകളിൽ പ്രായമുള്ളതോ ആയ ഇന്ത്യൻ പൗരനാണ്. അടുത്തത് വകുപ്പ് 19 എന്ന് പറയുന്നത് വാർദ്ധക്യകാല ഗൃഹങ്ങൾ സ്ഥാപിക്കൽ. വകുപ്പ് 15 അപ്പലേറ്റ് ട്രൈബ്യൂണൽ രൂപീകരണം. വകുപ്പ് 21 മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായുള്ള പ്രചരണവും ബോധവൽക്കരണവും മുതലായവയ്ക്ക് വേണ്ടിയുള്ള നടപടികൾ. ഇത് 2007 വന്ന നിയമമാണ്. 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമത്തിലെ വകുപ്പുകൾ വെച്ചിട്ട് കണ്ടെത്തിയതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തെറ്റായ പ്രസ്താവന കണ്ടെത്തി എഴുതുക. തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തി എഴുതുക.
തെറ്റായ പ്രസ്താവന ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 3 തെറ്റായ പ്രസ്താവനകൾ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥർക്ക് എതിരെയുള്ള ശിക്ഷണ നടപടികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് 1960 ഭാഗം 5. കേരള സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ശിക്ഷണ നടപടികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന എവിടെയാണ്? കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് 1960 ഭാഗം 4. ഈ LGSന് മാത്രം പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ വരുന്ന ആ ഒരു കണ്ടൻറ്റ് കേരള അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു ഭാഗമൊക്കെ നമുക്ക് ഭരണഘടനയ്ക്കകത്തും അതിനപ്പുറവും പൗരബോധവും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നന്നായി പഠിച്ചെങ്കിൽ മാത്രമേ ഈ ഭാഗത്തോട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഇതിലേക്ക് വേണ്ടിയിട്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, അതുപോലെ BFO അല്ലേ, അസിസ്റ്റൻറ്റ് പ്രസിഡന്റ് ഓഫീസർക്കും ഒക്കെ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, LDക്കും. ഓക്കെ. ആസാദി കാ അമൃത മഹോത്സവവുമായി ബന്ധപ്പെട്ട വനിതകൾക്കായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതി ഏതാണ്? ആൻസർ മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. ആസാദി കാ അമൃത മഹോത്സവവുമായി ബന്ധപ്പെട്ട വനിതകൾക്കായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതിയാണ് മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. 2024 കേരള ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കി ഉള്ളവയാണ്? ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കി ഉള്ളവയാണ്? പട്ടികവർഗ വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ളതാണ് ഉന്നതി മിഷൻ. 2024 കേരള ബഡ്ജറ്റ് പരാമർശിച്ചിട്ടുള്ളതാണ് ഉന്നതി മിഷൻ. ആരെക്കുറിച്ചുള്ളതാണത്? പട്ടികവർഗ ജാതിക്കാരെക്കുറിച്ച്, പട്ടികവർഗത്തിനെ കുറിച്ചുള്ളതാണ് ഉന്നതി മിഷൻ. പട്ടികവർഗം, ഉന്നതി മിഷൻ. അടുത്തത്, കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? ആൻസർ മെലാട്ടോണിൻ. മെലാട്ടോണിൻ. ജീവികളുടെ താളക്രമം, രാത്രിയും പകലിനെയുമൊക്കെ നിയന്ത്രിക്കുന്ന ഹോർമോൺ മെലാട്ടോണിൻ. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺസ് ആണ് മെലാട്ടോൺ. തൈമോസിൻ എന്ന് പറയുന്നത് തൈമോസിൻ ഗ്രന്ഥികൾ, തൈമസ് ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ആണ് തൈമോസിൻ എന്ന് പറയുന്നത്. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ. അതായത് ചെറുപ്പകാലത്ത്, കൗമാരക്കാലത്ത് മാത്രം കണ്ടുവരുന്ന ഹോർമോണാണെന്ത്? തൈമോസിൻ. തൈമസ് ഗ്രന്ഥി അപ്പോഴേ ഉണ്ടാവുകയുള്ളൂ. പ്രായപൂർത്തി അല്ലെങ്കിൽ വളർന്നു വലുതാവുന്നതോടുകൂടി ഈ തൈമസ് ഗ്രന്ഥി ചുരുങ്ങിപ്പോവുകയും അത് ലിംഫോയിഡ് ടിഷ്യൂ ആയിട്ട് മാറുകയും ലിംഫാറ്റിക് സിസ്റ്റത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. ലിംഫോയിഡായിട്ട് മാറും. ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻസ് പുറപ്പെടുവിക്കുന്ന ഹോർമോൺസ് ആണ് അല്ലേ. ആൽഡോസ്റ്റിറോൺ അഡ്രിനൽ ഗ്രന്ഥിയുടെ ഹോർമോൺസ് ആണ് ആൽഡോസ്റ്റിറോൺ. ഇന്ത്യയിലെ 3 ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെയാണ്? 3 ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഇൻഡോ ബർമ, വടക്ക് കിഴക്കൻ ഹിമാലയം, പശ്ചിമഘട്ടം. 3 ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ, അതായത് പരിസ്ഥിതിയിൽ ഹോട്ട്സ്പോട്ടായ ഭാഗങ്ങൾ വെച്ചാൽ വളരെ അത്യപൂർവമായ ജീവജാലങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന മേഖലയാണ് ഹോട്ട്സ്പോട്ടുകൾ. അവിടെ നമ്പർ അവിടെ കുറവായിരിക്കും. ആ ഭാഗത്ത് മാത്രമേ ആ ജീവികൾ അല്ലെങ്കിൽ സസ്യങ്ങൾ പ്രധാനമായിട്ടും കാണുകയുള്ളൂ. അതാണ് ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ. അവിടെ നിന്ന് അത് മാറിക്കഴിഞ്ഞാൽ വേറെ ഭാഗത്തൊന്നും അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിലേക്ക് അത് പോകത്തുമില്ല. അവിടെ തന്നെയാണ് സസ്യങ്ങളൊക്കെ ഉള്ളത്. അതിൻ്റെ വംശനാശം സംഭവിക്കാൻ ചാൻസുമുണ്ട്. അതുകൊണ്ടാണ് ഹോട്ട്സ്പോട്ട് എന്നറിയപ്പെടുക. അങ്ങനെയുള്ള ഭാഗങ്ങളാണ് ഇൻഡോ ബർമ, വടക്ക് കിഴക്കൻ ഹിമാലയം, പശ്ചിമഘട്ടം. പ്രത്യേക സസ്യങ്ങളും ജന്തുക്കളും അടങ്ങിയ പരിസ്ഥിതിയായിരിക്കും ആ ഹോട്ട്സ്പോട്ടുകളിൽ കാണപ്പെടുക. അടുത്തത്, താഴെ പറയുന്നവയിൽ ജീവകം സിയുടെ പ്രസ്താവന അല്ലാത്തത് ഏതാണ്? ആൻസർ അല്ലാത്തത് പാൽ, മുട്ട എന്നിവയിൽ
കാണുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അല്ലേ. ആൻറ്റി ക്യാൻസർ വൈറ്റമിൻ ആണ് ജീവകം സി. യുവത്വം നിലനിർത്തുന്നു ജീവകം സി. രോഗപ്രതിരോധ ശേഷി, മോണയുടെ ആരോഗ്യം എന്നിവ പ്രദാനം ചെയ്യുന്നു വൈറ്റമിൻ സി. വൈറ്റമിൻ സിയുടെ അഭാവത്തുണ്ടെന്ന അസുഖത്തിൻ്റെ പേരെന്താണ്? സ്കർവി. അത് LGS ലെവൽ ക്വസ്റ്റ്യൻസ് പോലെ വരും അല്ലേ. സ്കർവിയാണ് അസുഖം. അടുത്തത്, വർണ്ണാന്ധതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ, പൈലറ്റ് മുതലായ ജോലിക്കോ തിരഞ്ഞെടുക്കാറില്ല. കാരണം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പ്, പച്ച എന്നീ നിറങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ട്. ഇല്ല, കണ്ണിലുള്ള കോശങ്ങളാണ് ഇത്. പ്രകാശരാഖി കോശങ്ങളാണ് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും. ഇതിൽ കോൺ കോശങ്ങൾ എന്ന് പറയുമ്പോൾ ചുവപ്പും പച്ചയും നിറങ്ങളെ വേർതിരിച്ചറിയാൻ സഹായിക്കുന്നവയാണ് കോൺ കോശങ്ങൾ അല്ലേ. അതിൻ്റെ തകരാറ് മൂലം, കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പിനെയും പച്ചനെയും വേർതിരിച്ചറിയാൻ സാധിക്കത്തില്ല. അവരെയാണ് അസ്റ്റിഗ്മാറ്റിസം അല്ലെങ്കിൽ വർണ്ണാന്ധത എന്ന് പറയുക. അങ്ങനെയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ, പൈലറ്റ് തുടങ്ങിയവയിൽ എടുക്കാൻ ചാൻസ് ഇല്ല. അടുത്തത്, മസ്തിഷ്കത്തിലെ വൈദ്യുതരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം ഏതാണ്? EEG, ഇലക്ട്രോ എൻസെഫലോഗ്രാം. EEG ആണ് മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന അവയിൽ ടൈപ്പ് 2 പ്രമേഹത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ, ഇതെല്ലാം തെറ്റായ പ്രസ്താവന. ടൈപ്പ് 2 തെറ്റായ പ്രസ്താവനയാണ്. പ്രമേഹമുണ്ടാക്കുന്ന ഇൻസുലിൻ്റെയും ഗ്ലൂക്കഗോണിൻ്റെയും ബാലൻസ് ആണ് നമ്മുടെ ശരീരത്തിൽ ഷുഗറിൻ്റെ ലെവൽ, പഞ്ചസാരയുടെ ലെവൽ ആ സാധാരണ തോതിൽ കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഏറ്റക്കുറച്ചിൽ വരുമ്പോഴാണ് പ്രമേഹത്തിന് ചാൻസ് ഉള്ളത്. ടൈപ്പ് 2 പ്രമേഹം എന്ന് പറയുമ്പോൾ ജന്മനാ ഉള്ള പ്രമേഹമാണത്. അതിലൊന്ന് ജീൻ തകരാറില്ല, ജന്മനാ ഉള്ള പ്രമേഹവും ടൈപ്പ് 2 കാരണമാവുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത്, കോവിഷീൽഡ് എന്ന COVID-19 വാക്സിൻ വിപണിയിൽ നിന്നും പിൻവലിച്ചു. ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനി ഏതാണ്? ആസ്ട്രാസെനക്ക എന്നുള്ളതാണ് കമ്പനിയുടെ പേര്. ആസ്ട്രാസെനക്ക. കോവിഷീൽഡ് എന്ന COVID-19 വാക്സിൻ പിൻവലിച്ചു. കമ്പനിയുടെ പേര് ആസ്ട്രാസെനക്ക. നെക്സ്റ്റ് വൺ, വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് 2024 മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ 30 ഏക്കർ പുൽമേട് അനുവദിച്ചത്? ആൻസർ, പോളോ പോണി. പോളോ പോണി എന്ന ജീവിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് മണിപ്പൂർ സർക്കാർ 30 ഏക്കർ പുൽമേട് അനുവദിച്ചത്. പോളോ പോണി എന്നൊരു ജീവി ചാകുന്നത് കൊണ്ട് എന്ത് നേട്ടം എന്ന് കരുതില്ലേ. ആ ഒരു ജീവി ചാകുമ്പോൾ തൊട്ട് മുമ്പിലുള്ള ജീവികളും കുറയും, തൊട്ട് താഴെയുള്ള അതിനെ കഴിക്കുന്നവരും കുറയും. അതുകൊണ്ടാണ് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ എന്ന് പറയുമ്പോൾ ഒരു ജീവിവർഗത്തിൻ്റെ നമ്പർ കുറയുമ്പോൾ അതിനെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ്. അതിന് തൊട്ട് താഴെ അല്ലെ അതിനെ കഴിക്കുന്ന ആഹാരമാക്കുന്ന ജീവികളുടെ നമ്പറും കുറയും, അല്ലെങ്കിൽ തൊട്ട് മേളിലുള്ള ജീവികളുടെ നമ്പർ ഇങ്ങനെ ക്രമാതീതമായി കൂടാം. അതൊക്കെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടമുണ്ടാക്കും. അപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന പോളോ പോണി എന്ന ജീവിക്ക് വേണ്ടി 30 ഏക്കർ പുൽമേട് അനുവദിച്ചു. ഏത് സർക്കാർ? മണിപ്പൂർ സർക്കാർ. നെക്സ്റ്റ്, ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഏത്? സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് സ്ഥിതികോർജം. സ്ഥിതി ചെയ്യുന്ന ഉണ്ടാകുന്ന ഊർജമാണ് സ്ഥിതികോർജം. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം 40 സെൻറ്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ്? ആൻസർ, 20 സെൻറ്റിമീറ്റർ. ഒരു ഹൈഡ്രോളിക് ചാക്കിൻ്റെ പ്രവർത്തനം ഡാഷ് നിയമത്തെ അടിസ്ഥാനമാക്കി ഉള്ളവയാണ്? ആൻസർ, പാസ്കൽ നിയമം. പാസ്കൽ നിയമം. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ആൻസർ, പ്രഗ്യാൻ. ദ്രവ്യത്തിൻ്റെ 5ാമത്തെ അവസ്ഥ. ദ്രവ്യത്തിൻ്റെ 5ാമത്തെ അവസ്ഥ ഏതാണ്? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന പ്ലാസ്മ അവസ്ഥയാണ്. അടുത്തത്, അതിലടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതെല്ലാം? കോപ്പർ, ടിൻ, സിങ്ക്. ഗൺമെറ്റൽ, കോപ്പർ, ടിൻ, സിങ്ക്. കോപ്പർ, ടിൻ,
കോപ്പർ, ടിൻ, സിങ്ക്. കോപ്പർ, ടിൻ, സിങ്ക്, ഗൺമെറ്റൽ. അടുത്തത് ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ pH. ആൻസർ 5 മണ്ണിൻ്റെ pH 5. ഓക്കെ, pH സ്കെയിൽ നമ്മൾ ഇന്ന് തന്നെ നോക്കിയതാണ്. അവിടെ ഉരുളക്കിഴങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ pH എത്രയാണ്? 5. നെക്സ്റ്റ്, ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണം. ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണം ഏതാണ്? ടേബിൾ സാൾട്ട്. ഫ്രീസിംഗ് മിശ്രിതം ടേബിൾ സാൾട്ട്. ഫ്രീസിംഗ് മിശ്രിതം ടേബിൾ സാൾട്ട്. ഓക്കെ. ദ്രവ്യത്തിൻ്റെ ഏതവസ്ഥയാണ് 2023 കണ്ടെത്തിയത്? ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ്. ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ്. 2023 ദ്രവ്യത്തിൻ്റെ അവസ്ഥ കണ്ടെത്തിയത് ഏതായിരുന്നു? ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ്. ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന മൂലകം ഏതാണ്? ലിഥിയം. ഇലക്ട്രിക് കാറിൽ ഉപയോഗിക്കുന്നത് ലിഥിയം. ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലേ? ഒറ്റ ഇതിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? 4, 3, 2, 1 അല്ലേ? ഓക്കെ, 4, 3, 2. ഇത്ര എനിക്കറിയാവുന്നല്ലോ, എനിക്കിത്ര അറിയില്ലത്. മിടുക്കർ കൈ രണ്ടും ചേർത്ത് കൊട്ടിയാൽ നഗരങ്ങൾ തകർന്നേക്കും. മടിയരോട് കൈകോർക്കുമ്പോൾ കാലം അട്ടിമറിയും. ഇത് ആരുടെ എന്നുള്ളതല്ലേ? PN ഗോപികൃഷ്ണൻ്റെ. പുതിയ ആളാണല്ലേ PN ഗോപികൃഷ്ണൻ. അറ്റമില്ലാതെ എഴുതുന്ന ഭൂമിക്ക് മേൽ ഒറ്റ ഞാണായി വലിഞ്ഞു മുറുകി ഞാൻ എന്ന് പറഞ്ഞത് അനിത തമ്പി. അനിത എന്നുള്ള പേരായിരുന്നു. അറ്റമില്ലാതെ എഴുതുന്ന ഭൂമിക്ക്. അടുത്തത് റെയിൽ വക്കത്തു നിന്നൊരു രണ്ടെണ്ണെണ്ണുന്ന കുട്ടിയിൽ അവസാനത്തെ പൂതത്തിൽ ആനന്ദം പുഞ്ചിരിച്ചിടും. മലയാളം വൃത്തിയായി പഠിക്കണം അല്ലേ? P. രാമൻ. അവരോരോരുത്തരുടെയും ജീവിതങ്ങളുടെ ആകത്തുകയും ജീവിച്ചിരിക്കുന്ന കുട്ടികൾ കണ്ടുകൂട്ടുന്ന കനവുകളുടെ ആകത്തുകയും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന നക്ഷത്രങ്ങളുടെ കൃത്യമായ എണ്ണം. അസീം തോന്നിമൂട്. അസീം തോന്നിമൂട്, P. രാമൻ, അനിത തമ്പി. ഇത്രയും പേരുടെ പഠിച്ചു വെച്ചേക്കണം. 5 ഉണ്ടല്ലേ? 5 ഇല്ല, വേണ്ട. നെക്സ്റ്റ് കേട്ടോ. അടുത്തത് ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടാത്ത ഏതാണ്? ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടാത്തത് ആരാണ്? തോരണ യുദ്ധമാണ് ഉൾപ്പെടാത്തത്. ചേരുംപടി ചേർക്കുക. വീണ്ടും മലയാളം. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ C ആണ്. നമുക്ക് നോക്കാം. ഇറാനിമോസ് എന്നുള്ളത് ഇറാനിമോസ് 4-ാമത്തെ ആൾ. ഇറാനിമോസ് കരിക്കോട്ടക്കരി അല്ലേ? പീലിപ്പോസ് പറഞ്ഞത് അടിയാണ്. ഉണ്ണിച്ചക്കൻ. ഓക്കെ. അടിയാളപ്രേതം വാവച്ചൻ മീശ. എനിക്ക് പരിചയമുണ്ട്. അടിയാളപ്രേതവും അറിയാം. ഓക്കെ. ഇറാനിമോസ് കരിക്കോട്ടക്കരി, പീലിപ്പോസ് അടി, ഉണ്ണിച്ചക്കൻ അടയാളപ്രേതം, വാവച്ചൻ മീശ. കഥാപാത്രങ്ങളായിരുന്നു. മുസരീസ് പൈതൃക പദ്ധതിയെ ബന്ധപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, സെന്റ് ഫ്രാൻസിസ് പള്ളി, ഫോർട്ട് കൊച്ചി. ധ്യാൻചന്ദ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇവിടെ. എല്ലാം തെറ്റായിരുന്നു. നെക്സ്റ്റ്, കേരള സർക്കാർ അവതരിപ്പിച്ച ജീവാനന്ദം പദ്ധതിയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. ആൻസർ ഓപ്ഷൻ എ, സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന പദ്ധതിയായിരുന്നു ജീവാനന്ദം പദ്ധതി. ഓക്കെ. സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ജീവാനന്ദം പദ്ധതി. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിയുമ്പോൾ എത്ര മാർക്ക് കിട്ടുമെന്ന് നോക്കണം. ആരോഗ്യകിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി എത്രയാണ്? കിരണമാകുമ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെയാണ് ആരോഗ്യകിരണം. 18 വയസ്സിൽ താഴെ.
ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ ഏതാണ്? ആൻസർ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. അടുത്തത് സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതായിരുന്നു? അത് മായ OS. അടുത്തത് താഴെ പറയുന്നവയിൽ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം ഏതാണ്? ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ബ്ലൂറേ ഡിസ്ക് ആണ്. 61 ആൻസർ ഫൈനൽ ആൻസർ കീഴിലില്ലാത്തതുകൊണ്ടാണ്. നെക്സ്റ്റ് വൺ, ഇമെയിലിൻ്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? അതും ഓപ്ഷൻ സി ആണ് ശരിയല്ലാത്തത്. ഇമെയിൽ എന്ന് പറയുമ്പോൾ ഇമെയിൽ മുഖാന്തരം ചിത്രങ്ങളും ഓഡിയോ വീഡിയോ മുതലായവ അയക്കാൻ പറ്റും. പേപ്പർ ഉപയോഗിക്കാത്തത് കാരണം ഇമെയിൽ പരിസ്ഥിതി സൗഹാർദ്ദമാണ്. ഓക്കെ, ഇമെയിൽ മുഖാന്തരം ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഒരേ സമയം മെസ്സേജ് അയക്കാവുന്നതാണ്. ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ സി ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, പോക്സോ നിയമം നിലവിൽ വന്ന വർഷം. പോക്സോ നിയമം വന്ന വർഷം ഏതാണ്? 2012. പോക്സോ നിയമം വന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 കീഴിൽ സ്ഥാപിതമായ ബോഡികൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഉപഭോക്തൃ തക്ക പരിഹാര കമ്മീഷൻ. ഓക്കെ, ഗാർഹിക പീഡനങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമത്തിന് കീഴിൽ ഒരു പീഡനത്തിനിരയായ ഒരാൾക്ക് ഏത് തരത്തിലുള്ള ആശ്വാസം തേടാനാകും? എല്ലാം, സംരക്ഷണ ഉത്തരവുകളും താമസ ഉത്തരവുകളും പണ ആശ്വാസവും എല്ലാം കിട്ടുന്നതായിരിക്കും. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമപ്രകാരം സംരക്ഷണ ഉത്തരവ് ലംഘിക്കുന്നതിനുള്ള പരമാവധി ശിക്ഷ എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 1 വർഷം വരെ തടവോ 20,000 വരെ പിഴയോ അല്ലെങ്കിൽ 2 കിട്ടാം. നെക്സ്റ്റ് വൺ, NHRC ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങൾ ഉൾക്കൊള്ളുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്, 6 അംഗങ്ങൾ. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ വെളിപ്പെടുത്തിയാൽ അത് നിഷേധിക്കാവുന്നതാണ്. ഏത് നിഷേധിക്കാവുന്നതാണ്? ചോദ്യമേ തെറ്റാണത്. ദേശീയ വനിതാ കമ്മീഷൻ്റെ അതിൻ്റെ വാർഷിക റിപ്പോർട്ട് ഏത് ബോഡിക്കാണ് സമർപ്പിക്കേണ്ടത്? ദേശീയ വനിതാ കമ്മീഷൻ അതിൻ്റെ വാർഷിക റിപ്പോർട്ട് ഏത് ബോഡിക്കാണ് സമർപ്പിക്കേണ്ടത്? ആൻസർ കേന്ദ്ര സർക്കാരിനാണ് സമർപ്പിക്കേണ്ടത്. മാത്സിൻ്റെ ആൻസേഴ്സ് 71 ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇത് ചെയ്ത് നോക്കുന്നവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കട്ടെ. 72 ആൻസർ ഓപ്ഷൻ ബി. അടുത്തത് ഇംഗ്ലീഷ് നോക്കാമെന്ന് വിചാരിക്കുന്നു. 73 ആൻസർ ഓപ്ഷൻ എ ആണ്. 74 ഓപ്ഷൻ ബി. 75 രാവിലെ 10 മണിക്ക് ഉച്ചയ്ക്ക് 1 മണിക്ക് ഇടയിൽ എത്ര തവണ മണിക്കൂർ മിനിറ്റ് സൂചി 76 10 വർഷം കൊണ്ട് ഒരു നിക്ഷേപം ഇരട്ടി ആകണമെങ്കിൽ സാധാരണ പലിശ നിരക്ക് എത്ര തവണയായിരിക്കണം? ആൻസർ ഓപ്ഷൻ സി 10%. 2000 ജനുവരി 1 ആണെങ്കിൽ 2006 ജനുവരി 1 ഏത് ദിവസം ആയിരിക്കും? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഞായർ. ശ്രേണി പൂർത്തിയാക്കുക 78 ആൻസർ ഓപ്ഷൻ സി ആണ്. ഒറ്റയാൻ ആൻസേഴ്സ് അതിനകത്തില്ല. ഒരു സമാന്തര ശ്രേണിയിൽ 7-ാം ഭാവത്തിൻ്റെ 7 മടങ്ങിൻ്റെ തന്നെ 11-ാം ഭാവത്തിൻ്റെ 11 മടങ്ങിന് തുല്യമാണെങ്കിൽ ആ ശ്രേണിയുടെ 18-ാം പദം ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ഇംഗ്ലീഷിലേക്ക് നോക്കാം. ഉറാഖ് ഹി വൺ ദ മാച്ച്, ഐഡൻറ്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച് ഓഫ് ദി അണ്ടർലൈൻഡ് വേർഡ്. ഹുറാഖ് പറഞ്ഞത് ഏത് തരത്തിലുള്ള വേർഡ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഐഡൻറ്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച് അണ്ടർലൈൻഡ് വേർഡ്. ഹുറ എന്നുള്ള വാക്ക് ഏത് തരമാണ്? പ്രിപ്പോസിഷൻ ആണോ, കൺജങ്ഷൻ ആണോ, ഇന്റർജങ്ഷൻ ആണോ, പ്രൊനൗൺ ആണോ എന്ന് തിരിച്ചറിയുക. ആൻസർ ഏതാണ്? ഇന്റർജങ്ഷൻ ആണ് ഹുറ എന്നുള്ള വാക്ക്. ഇന്റർജങ്ഷൻ ആണ് ഹുറ എന്നുള്ള വാക്ക്. അടുത്തത് സിംഗുലർ ഫോം ഓഫ് ദ വേർഡ് ജീൻസ്. ജീൻസിന്റെ സിംഗുലർ ഫോം എന്താണ്? ജീൻസ് എന്ന വാക്കിന്റെ സിംഗുലർ ഫോമാണ് ജീൻസ് തന്നെ. അടുത്തത് യുവർ മാർക്സ് ആർ ഗുഡ്.
but you can do dash. Use the comparative degree of comparison of the underlined word. ഗുഡിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ എഴുതുക. ഗുഡാണ് അണ്ടർലൈൻ ചെയ്തേക്കുന്ന വാക്ക്, അതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി എഴുതുക. കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് ഡിഗ്രീസ് ഇല്ല, അതിലെ കമ്പാരിറ്റീവ് ഡിഗ്രീസ് എഴുതുക എന്നുള്ളതാണ് ആൻസർ. ഗുഡിൻ്റെത് ബെറ്റർ ആണ് കമ്പാരിറ്റീവ് ഡിഗ്രി. ഗുഡ്, ബെറ്റർ. നെക്സ്റ്റ് വൺ, ദ ടെസ്റ്റ് വാസ് ഡാഷ്. യൂസ് ദ അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വെർബ്. അപ്രോപ്രിയേറ്റ് ടെസ്റ്റ് വാസ് ഡാഷ്, ബാക്കി വരുന്ന ഫ്രേസൽ വെർബ് ഏതെന്ന് വെച്ചാൽ അവിടെ ചേർക്കുക എന്നുള്ളതാണ് ആൻസർ. പുട്ട് ഓഫ്. ദ ടെസ്റ്റ് വാസ് പുട്ട് ഓഫ്. ദ ഫയൽസ് ഫെൽ ഡാഷ് ദ ഷെൽഫ്. യൂസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻ കറക്റ്റായി യൂസ് ചെയ്യുക. ആൻസർ ഓപ്ഷൻ സി, ഓഫ്. ദ ഫയൽ ഫെൽ ഓഫ് ദ ഷെൽഫ്. ദ ഇഡിയം വൺസ് ഇൻ എ ബ്ലൂ മൂൺ, അതിൻ്റെ മീനിങ് എന്താണ്? വൺസ് ഇൻ എ ബ്ലൂ മൂണിൻ്റെ മീനിങ് റെയർലി. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുമ്പോൾ റെയർലി. നെക്സ്റ്റ് 87, ദ ആൻറ്റോണിം ഓഫ് ദ വേർഡ് റെഗുലർ ഈസ്. റെഗുലറിൻ്റെത് ആൻസർ ഓപ്ഷൻ ബി, ഇറഗുലർ. വി ഡു അവർ വർക്ക്. ക്വസ്റ്റ്യൻ ടാഗ് ചേർക്കാൻ ആൻസർ ഡോണ്ട് വി അല്ലേ. ഡു ഇവിടെ നോട്ടില്ലായിരുന്നു, അപ്പോൾ നോട്ട് ചേർത്തു, വി എഴുതാം. എക്സ്പാൻഷൻ ഓഫ് ETC, എക്സെട്രയുടെ എക്സ്പാൻഷൻ. ആൻസർ ഓപ്ഷൻ എ ആണ്, ET സെറ്റിറ. ET സെറ്റിറ. ദർ ഇസ് എ ലോങ് ഡാഷ് ഇൻ ഫ്രണ്ട് ഓഫ് ദി തിയേറ്റർ. ആൻസർ ക്യൂ. ദർ ഇസ് എ ലോങ് ക്യൂ ഇൻ ഫ്രണ്ട് ഓഫ് ദി തിയേറ്റർ. സ്പെല്ലിംഗ് ആണ് QUEUE. ക്യൂവിൻ്റെ സ്പെല്ലിംഗ് ആണെന്ന് ചോദിച്ചത്. ശരിയായ പദം കണ്ടെത്തുക. ശരിയായ പദം ഇവിടെ അക്ഷൗണി, ഓപ്ഷൻ ബി ആണ്. നാഴികയുടെ 60 പങ്ക്. ആൻസർ ഓപ്ഷൻ സി, വിനാഴിക. പിരിച്ചെഴുതുക. പരമോ ചനില. അത് പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? ആൻസർ ഓപ്ഷൻ സി, പരമ പ്ലസ് ഉച്ച പ്ലസ് നില. അടുത്തത് ശരിയായ പര്യായക്കൂട്ടം കണ്ടെത്തുക. പ്രമാദത്തിൻ്റെ ശരിയായ പര്യായക്കൂട്ടം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, വർദ്ധിച്ച ഭയം, ഓർമ്മക്കേട്, ശ്രദ്ധയില്ലായ്മ. ഓക്കെ, ഇതാണ് വർദ്ധിച്ച ഭയം, ഓർമ്മക്കേട്, ശ്രദ്ധയില്ലായ്മ. വിപരീത പദം ഏതാണ്? അധ്യാത്മം. ആൻസർ ഓപ്ഷൻ ബി ആണ്, ആത്മം. നേരെ വാ നേരെ പോ എന്ന് അർത്ഥമാക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, സത്യസന്ധമായി പെരുമാറുക. ചേർത്തെഴുതുക. മലർ പ്ലസ് കളം പ്ലസ് എഴുതി പ്ലസ് കാത്ത പ്ലസ് ഒരു പ്ലസ് അരച്ചൻ. ആൻസർ ഏതായിരുന്നു? ഇതല്ലേ, മലർക്കളം എഴുതി കാത്തരച്ചൻ. ഓക്കെ. വൈരി സ്ത്രീലിംഗം കണ്ടെത്തുക. വൈരിണി എന്നാണ് ആൻസർ, വൈരിണി. ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദി ഏജ് പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ. അതിൻ്റെ ശരിയായ പരിഭാഷ, എന്നെ തേടി കവിത വന്നണഞ്ഞത് ആ പ്രായത്തിലാണ്. ശരിയായത് തിരഞ്ഞെടുത്തെഴുതുക. ഇവിടെ ബി ആണ്. അവർ കണ്ണീരിൽ കലർത്തി പറഞ്ഞ കഥ എന്നെ വികാരപരവശനാക്കി. ഇതിൽ എത്ര മാർക്ക് കിട്ടുമെന്ന് നോക്കുക. നെക്സ്റ്റ് LD ലെവലുള്ള ക്വസ്റ്റ്യൻസ് 3 കൂടി ചെയ്തിട്ടുണ്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് നോക്കാം. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എഴുതുന്നവർക്ക്, അസിസ്റ്റൻ്റ് പ്രസിഡന്റ് ഓഫീസർ, BFO, LGSനും ലെവൽ ക്വസ്റ്റ്യൻസ് അല്ല ഇത്. അവർക്ക് അത്രയും എത്ര മാർക്ക് കിട്ടുമെന്ന് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് വരാം നെക്സ്റ്റ് ഡേ. താങ്ക് യു.